ലയണൽ മെസ്സി വിൻ MLS പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ്. ഈ സീസണിലെ കഴിഞ്ഞ സീസണിലെ MLS പ്ലെയർ ഓഫ് ദ അവാർഡ് ലയണൽ മെസ്സി ഏറ്റുവാങ്ങിക്കുകയാണ്. MLS ഒരുപാട് മാറ്റങ്ങളാണ് ലയണൽ മെസ്സി ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുത്തത് എന്നുള്ളതാണ്. 25 മത്സരങ്ങൾ കളിച്ചിട്ട് 23 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് നിലവിലെ അദ്ദേഹത്തിൻ്റെ നേട്ടം. നമുക്കറിയാം MLS ഒന്നും നമ്മളെപ്പോലുള്ള ഒരുപാട് ഫുട്ബോൾ ഫാൻസ് തീരെ ശ്രദ്ധിക്കാത്തൊരു ലീഗായിരുന്നു MLS അല്ലേ. അങ്ങനെ ഒരു ലീഗ് ഉണ്ട് എന്ന് നമ്മളൊക്കെ അറിയുന്നത് മെസ്സിയുടെ ആ ഒരു പോക്കുകൊണ്ടൊക്കെയാണ്. പിന്നെ ലീഗ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ലീഗ് ഒരുപാട് വളർന്നു. ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിൽ 2ാം സ്ഥാനത്തുള്ള ലീഗായി മാറിയിരിക്കുകയാണ്. അതായത് ജനപങ്കാളിത്തത്തിൽ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗിന് ശേഷം ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ലീഗായി MLS മാറി. അതാണ് ഒരു വ്യക്തിനെ കൊണ്ട് ഒരു ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ മാറ്റി കുറിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ ഒരു സ്വാധീനമാണ്, ആ ഒരു വ്യക്തിൻ്റെ ഒരു പവറാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലേ. ലയണൽ മെസ്സി എന്ന വ്യക്തിയുടെ ഒരുപാട് പരിഹാസങ്ങളും കാര്യങ്ങളൊക്കെ MLS പോകുന്ന സമയത്ത് ലയണൽ മെസ്സിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയൊരു ലീഗിലേക്ക് അല്ലെങ്കിൽ ആരും കാണാത്ത ഒരു ലീഗിലേക്ക് ലയണൽ മെസ്സി പോകുകയോ അല്ലെങ്കിൽ എന്താണ് ആ ലീഗിൻ്റെ സ്റ്റാറ്റസ്, അവിടെയൊക്കെ പോയിട്ട് എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ആൾറെഡി ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരുപാട് ചർച്ചകൾ ആൾറെഡി ലോകത്തിലെ താരം മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ലീഗിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് ബാഴ്സയിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ബാഴ്സയെ മിസ് ചെയ്യുന്ന കാര്യം, കാരണം കരഞ്ഞുകൊണ്ടൊക്കെയാണ് അദ്ദേഹം അവസാനമായിട്ട് ബാഴ്സയിൽ പ്രസംഗിച്ചതൊക്കെ. ആ പോകുന്ന സമയത്ത് വിടവാങ്ങൽ പ്രസംഗമൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലീഗിലേക്ക് അദ്ദേഹം ചേക്കേറുന്ന സമയത്ത് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോക്കിൻ്റെ കാരണം, MLS തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് എന്നുള്ള ചർച്ചകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിങ്ങാണ്ട് ചരിത്രം കുറിച്ചു, അവർക്കൊരു ഷീൽഡ് നേടിക്കൊടുത്തു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ സീസണിലെ മികച്ച താരമായിട്ട് അദ്ദേഹം ആ MVP അവാർഡും ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഏതായാലും കരിയറിൻ്റെ മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ ലയണൽ മെസ്സി ഇപ്പോഴും തുടരുന്നത്. അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും MLS ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ടാണെങ്കിലൊക്കെ മയാമിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഴ്സയിലെ കളിക്കാരൊക്കെ ഒരുപാട് ആൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനിയും പല ഓഫറുകളും ഇന്റർ മയാമി പല താരങ്ങൾക്കും കൊടുക്കുന്നു. അവസാനമായിട്ട് ജെയിംസ് റോഡ്രിഗസിന് വരെ ഓഫർ കൊടുക്കുമെന്നുള്ള സൂചനകളുണ്ട്. അതുപോലെ സൂപ്പർ താരം നെയ്മർ ജൂനിയറിനെയും കൂടി MLS എത്തിച്ചിട്ട് ആ MSN ത്രയം അവിടെ ഒന്നും കൂടി രൂപീകരിക്കും എന്നുള്ള ചർച്ചകൾ വേറെയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആൾറെഡി നടക്കുന്നുണ്ട്. ഏതായാലും MLS അദ്ദേഹം കഴിഞ്ഞ സീസണിലെ മികച്ച താരത്തിനുള്ള MVP അവാർഡ് ഏറ്റുവാങ്ങിക്കുകയാണ് ഇപ്പോൾ.